ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ തങ്ങളുടെ കാര്യത്തിൽ അമേരിക്കക്കിനി കാര്യമായൊന്നും ചെയ്യാനില്ലെന്ന സൂചനകളാണ് ഉക്രൈനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ലോകരാഷ്ട്രീയ മേധാവിത്വത്തിൽ അമേരിക്കക്കുണ്ടാകുന്ന ഇടിവ് മനസ്സിലാക്കി ചുവടുമാറ്റാൻ ഒരുങ്ങുകയാണോ സെലൻസ്കി എന്ന സംശയമാണ് ഇപ്പോൾ വിദഗ്ധർ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ മാസം അലാസ്കയിൽ നടന്ന 1-on-1 ഉച്ചകോടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പബ്ലിക് റിലേഷൻസ് വിജയം സമ്മാനിച്ചതായി വ്ളാഡിമിർ സെലൻസ്കി അഭിപ്രായപ്പെട്ടതാണ് ഈ വിലയിരുത്തലിനുള്ള പ്രധാന കാരണം. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ട്രംപുമായുള്ള ഉച്ചകോടിയുടെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാവർക്കും കാണിക്കാൻ കഴിയും വിധം പ്രചാരണം നടത്തിയെന്നും ഇത് പുടിൻ ആഗ്രഹിച്ചിരുന്നതായും സെലൻസ്കി കുറ്റപ്പെടുത്തി. പുടിൻ അമേരിക്കയുമായി ചേർന്ന് കളി കളിക്കുകയാണ് എന്നാണ് സെലൻസ്കിയുടെ അഭിപ്രായം. പുടിനെ അമേരിക്കൻ മണ്ണിൽ ചുവന്ന പരവതാനി വിരിച്ച് പുടിന്റെ ആവശ്യങ്ങൾ ഉക്രൈനുമേൽ നിർബന്ധിതമാക്കാനായിരുന്നു ട്രംപ് ശ്രമിച്ചത്. എന്നാൽ വൈറ്റ് ഹൗസിൽ യുദ്ധത്തിന്റെ തീവ്രതയിൽ ഉക്രൈൻ നിൽക്കുമ്പോൾ തങ്ങളുടെ ആവശ്യകതകൾ അവതരിപ്പിച്ച സെലൻസ്കിയോട് വളരെ മോശമായിട്ടായിരുന്നു ട്രംപ് പെരുമാറിയത്. ഇതിനുശേഷം രണ്ടാം തവണ യൂറോപ്യൻ നേതാക്കളും ഒന്നിച്ച് ചർച്ച നടത്തിയ ശേഷവും വലിയ ഉറപ്പുകളൊന്നും ഉക്രൈന് ട്രംപ് നൽകിയില്ല. എന്നാൽ റഷ്യയെ പുതിയ മുഖത്തേക്ക് എത്തിക്കാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്തു. ഉക്രൈൻ യുദ്ധത്തോടെ ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ ഒറ്റപ്പെട്ടിരുന്ന റഷ്യ അമേരിക്കയിൽ എത്തിയതോടെ ആ അടഞ്ഞ വാതിലുകൾ തുറന്നു എന്ന് മാത്രമല്ല പുതിയവ വെട്ടിപ്പിടിക്കുകയും ചെയ്തു. റഷ്യയുമായി ഏറ്റുമുട്ടാൻ തങ്ങൾക്ക് കെൽപ്പില്ലെന്ന് മാത്രമല്ല അതിന് സാധ്യമായവർ അതിന് തയ്യാറാവുകയുമില്ല എന്ന യാഥാർത്ഥ്യം പതുക്കെ ഉക്രൈൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് അമേരിക്ക റഷ്യയുടെ PR വർക്ക് നടത്തുന്നു എന്ന ആരോപണം ഉക്രൈൻ ഉന്നയിക്കുന്നത്. റഷ്യക്ക് മേൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താനോ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാനോ അമേരിക്കക്ക് സാധ്യമല്ലെന്ന് ഇപ്പോൾ ഉക്രൈൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ആശ്രയിക്കാതെ സ്വയം ഒരു പ്രശ്നപരിഹാരത്തിന് മുതിരാൻ നിർബന്ധിതരാവുകയാണ് ഉക്രൈൻ. അതിന്റെ ഭാഗമാണ് ഷാങ്ഹായ് ഉച്ചകോടിക്കായി ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പുടിനുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഉക്രൈൻ അധികൃതർ തയ്യാറായിരിക്കുന്നത്. മാത്രവുമല്ല റഷ്യ ഉക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുവാനോ കൃത്യമായ കണക്കുകൾ നിരത്തുവാനോ ഇത്രയും കാലം ഉക്രൈൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ അധികൃതർ തന്നെ ഇപ്പോൾ അതിനും തയ്യാറായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഉക്രൈന്റെ ഈ ചാഞ്ചാട്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്ക വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ പോകുന്നു എന്ന സൂചനകൾ ട്രംപ് നടത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഈ ആഴ്ച വീണ്ടും ഇക്കാര്യത്തിൽ ചർച്ച നടത്തും എന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഉക്രൈൻ സംഘർഷം പരിഹരിക്കുവാനുള്ള ശ്രമങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ച എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഈ നീക്കം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ 2 ദിവസത്തിനകം പുടിനുമായി താൻ ഫോണിൽ സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യത്തോട് മോസ്കോ ഇതുവരെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ സംഘർഷവുമായി ബന്ധപ്പെട്ട മുഴുവൻ സാഹചര്യത്തിലും താൻ സന്തുഷ്ടനല്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.